അവകാശി ഭാഗം 1. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം, പച്ചപ്പിൽ പൊതിഞ്ഞൊരു ഗ്രാമം. രാവിലെ മഞ്ഞുതുള്ളികൾ വീണു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, പാടവരമ്പിലൂടെ പതുക്കെ ഒഴുകുന്ന ചെറിയ തോട്, തോട്ടിൽ വെള്ളം കുടിക്കാൻ വരുന്ന പശുക്കൾ. നാട്ടിലെ ഓരോ വീട്ടിലെയും വിശേഷങ്ങൾ വൈകുന്നേരമാകുമ്പോഴേക്കും അടുത്ത വീട്ടിലെത്തുന്നത്ര അടുപ്പമുള്ള ആളുകൾ. ആ ഗ്രാമത്തിന്റെ പേര് പൂവത്തൂർ. പൂവത്തൂരിന്റെ നടുവിൽ ഒരു വലിയ പഴയ തറവാടുണ്ടായിരുന്നു, മംഗലത്ത് തറവാട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട്, വലിയ മുറ്റം, മുറ്റത്തിന്റെ നടുവിൽ ഒരു പടുകൂറ്റൻ മാവ്, വരാന്തയിൽ എപ്പോഴും ആളുകളുടെ തിരക്ക്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് മംഗലത്ത് കുടുംബത്തിലെ വലിയമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി വലിയൊരു കുടുംബം. ആ കുടുംബത്തിലെ ഇളയ തലമുറയിലെ ഒരാളായിരുന്നു അർജുൻ. 29 വയസ്സ്. നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് നടത്തുന്ന ചെറുപ്പക്കാരൻ. കാണാൻ സുന്ദരൻ, സംസാരത്തിൽ കുറച്ച് ഗൗരവം, പക്ഷെ വീട്ടുകാരോട് അത്രയും സ്നേഹം. പ്രത്യേകിച്ച് അവന്റെ അമ്മയായ സാവിത്രിയോട്. അർജുന്റെ വിവാഹം വീട്ടുകാർ കുറച്ചു നാളായി ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അർജുന് വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ കല്യാണം വേണ്ട അമ്മേ എന്ന് പറഞ്ഞ് അവൻ എല്ലാ ആലോചനകളും ഒഴിവാക്കുമായിരുന്നു. കാരണം അവന്റെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ച് ഒരു പ്രത്യേക സ്വപ്നമുണ്ടായിരുന്നില്ല. അവന് തോന്നിയിരുന്നത് ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ സ്നേഹിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നായിരുന്നു. അതെ, പൂവത്തൂരിൽ മംഗലത്ത് തറവാട്ടിൽ നിന്ന് കുറച്ചു ദൂരം മാറി ഒരു ചെറിയ വീട്, ഓടിട്ട വീട്, മുറ്റത്തൊരു മുല്ലപ്പന്തൽ, വരാന്തയിൽ തുളസിത്തറ. അവിടെയായിരുന്നു ദേവിക താമസിച്ചിരുന്നത്. 24 വയസ്സ്. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അമ്മയും ദേവികയും മാത്രം. വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും എപ്പോഴും പുഞ്ചിരിയോടെ നടക്കുന്ന ഒരു പെൺകുട്ടി. വലിയ സൗന്ദര്യ പ്രദർശനമൊന്നുമില്ല. സാധാരണ വസ്ത്രം, നീളമുള്ള മുടി, കണ്ണുകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കത. ദേവികയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൾ ആരോടും വെറുപ്പോടെ സംസാരിക്കില്ല എന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ ദേവിക ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. കയ്യിൽ പൂക്കൾ, മുടിയിൽ മുല്ലപ്പൂ, ഇളനീല നിറത്തിലുള്ള ചുരിദാർ. അവൾ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ മുന്നിൽ നിന്ന് ഒരു ജീപ്പ് വന്നു നിന്നു. റോഡിൽ വെള്ളം കെട്ടി നിന്നിരുന്നതിനാൽ ജീപ്പ് അതിലൂടെ വേഗത്തിൽ കടന്നുപോയി. ചപ്പേ! ചെളിവെള്ളം മുഴുവൻ ദേവികയുടെ വസ്ത്രത്തിലേക്ക് തെളിച്ചു. അവൾ ഞെട്ടി. അയ്യോ! ജീപ്പ് കുറച്ചു ദൂരം പോയി നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി. അർജുൻ. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. സോറി. ദേവിക അവനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ കണ്ടില്ല. അപ്പോൾ ദേവിക പതുക്കെ ചോദിച്ചു, കണ്ടിരുന്നെങ്കിൽ വെള്ളം തെറിപ്പിക്കില്ലായിരുന്നോ? അർജുൻ ഒന്ന് ഞെട്ടി. അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ ദേഷ്യത്തിലാണ്, പക്ഷെ ആ ദേഷ്യത്തിനും ഒരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. അതെനിക്ക് മനസ്സിലായി. വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റിക്കോളൂ. ദേവിക അവനെ ഒന്ന് നോക്കി. നിങ്ങൾക്ക് വലിയ ബുദ്ധിയാണല്ലോ. എന്താ, ഡ്രസ്സ് മാറ്റാൻ പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എന്ന് കൂടി ആലോചിക്കാമായിരുന്നു. അർജുൻ ചുറ്റും നോക്കി. അവൾ ഒറ്റയ്ക്കാണ്. അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ജീപ്പിന്റെ വാതിൽ തുറന്നു പറഞ്ഞു, കയറൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം. ദേവിക ഉടനെ പറഞ്ഞു, വേണ്ട. എന്തിന്? നിങ്ങൾ ഇതിനകം എന്റെ ഡ്രസ്സ് നനച്ചില്ലേ, ഇനി എന്നെ കൂടി നനയിക്കണ്ട. അർജുൻ ചിരിച്ചു. അവൾ ആദ്യമായി അവനെ നോക്കി. അവന്റെ ചിരി കണ്ടപ്പോൾ അവളുടെ ദേഷ്യം കുറച്ചു. കയറൂ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരി. അർജുൻ തിരിഞ്ഞു നടന്നു. 2 അടി നടന്ന ശേഷം തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്ന് നടന്നു പോകാം. അവൻ ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് നീങ്ങി. ദേവിക അവിടെ തന്നെ നിന്നു. അവളെ ചുണ്ടിൽ അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അന്ന് വൈകുന്നേരം ദേവിക വീട്ടുമുറ്റത്ത് മുല്ലപ്പൂ പറിക്കുകയായിരുന്നു. അപ്പോഴാണ് അയൽ വീട്ടിലെ രാധ ചേച്ചി വന്നത്. ദേവു. എന്താ ചേച്ചി? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. രാധ ചേച്ചി അടുത്തേക്ക് വന്നു. ഇന്ന് രാവിലെ മംഗലത്ത് തറവാട്ടിലെ അർജുനാണ് നിന്നെ വഴിയിൽ കണ്ടതെന്ന് കേട്ടു. ദേവികയുടെ കൈ ഒന്ന് നിന്നു. ആരാ പറഞ്ഞത്? ഈ ഗ്രാമത്തിൽ ഒന്നും രഹസ്യമല്ല മോളെ. ദേവിക ഒന്നും പറഞ്ഞില്ല. രാധ ചേച്ചി ചിരിച്ചു. അവൻ നല്ല ചെക്കനാണ്. എനിക്ക് എന്തിനാണ് അത് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒന്നുമില്ല. രാധ ചേച്ചി പോയി. ദേവിക അവരെ നോക്കി നിന്നു. പിന്നെ സ്വയം ചിരിച്ചു. അർജുൻ. അവൾ ആദ്യമായി അവന്റെ പേര് മനസ്സിൽ പറഞ്ഞു. അതേസമയം മംഗലത്ത് തറവാട്ടിൽ അർജുൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അമ്മ സാവിത്രി അവനെ നോക്കി പറഞ്ഞു, അർജുൻ, നിനക്കൊരു പെൺകുട്ടിയെ കാണാൻ പോകണം. അർജുൻ ഉടനെ തല ഉയർത്തി. വേണ്ട അമ്മേ, ഞാൻ പറഞ്ഞത് കേൾക്ക്. എനിക്ക് കല്യാണം വേണ്ട. എത്ര തവണ പറയണം? അമ്മ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയാണെങ്കിൽ. അർജുൻ ചിരിച്ചു. എനിക്കിഷ്ടപ്പെടാൻ പെൺകുട്ടി എവിടെ? അമ്മ പുഞ്ചിരിച്ചു. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അർജുൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. പക്ഷെ അവന്റെ മനസ്സിൽ പെട്ടെന്നൊരു മുഖം തെളിഞ്ഞു. പാടവരമ്പ് നിന്നുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ നോക്കിയ ഒരു പെൺകുട്ടിയുടെ മുഖം. ദേവിക. അവൻ അറിയാതെ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ അർജുൻ വീണ്ടും ആ പാടവരമ്പിലൂടെ ജീപ്പിൽ പോവുകയായിരുന്നു. വഴിയരികിൽ ദേവിക നിന്നിരുന്നു. അവൻ ജീപ്പ് പതുക്കെ നിർത്തി. ഇന്ന് ചെളിവെള്ളം തെറിക്കില്ല. ദേവിക അവനെ നോക്കി. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും ഇന്നലെ നടന്നതിന് സോറി പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. അർജുൻ ജീപ്പ് മുന്നോട്ടെടുത്തു. ദേവിക അവനെ നോക്കി നിന്നു.
അവൻ പോയ ശേഷം അവളുടെ മുഖത്ത് വീണ്ടും ഒരു ചെറിയ പുഞ്ചിരി. അവൾക്ക് പോലും അറിയില്ലായിരുന്നു ആ ചെറിയ പുഞ്ചിരിയാണ് ഒരിക്കൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും ഏറ്റവും വലിയ വേദനയുടെയും തുടക്കമാകുമെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. അർജുനും ദേവികയും ഇടയ്ക്കിടെ കണ്ടുമുട്ടാൻ തുടങ്ങി. സംസാരങ്ങൾ കൂടി വന്നു. ആദ്യ ചെറിയ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ സ്വപ്നങ്ങൾ. ഇവരുടെ ഇടയിൽ ഒരു സൗഹൃദം വളർന്നു. ആ സൗഹൃദം എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞില്ല. ഒരു ദിവസം മഴ പെയ്യുകയായിരുന്നു. ദേവിക ക്ഷേത്രത്തിന്റെ വരാന്തയിൽ മഴ മാറാൻ കാത്തു നിൽക്കുകയായിരുന്നു. അർജുൻ അവിടെ എത്തി. അവൻ അവളുടെ അടുത്ത് നിന്നു. വീട്ടിലേക്ക് പോകുന്നില്ലേ? മഴ മാറട്ടെ, എന്റെ കുടയിൽ വരാം. ദേവിക അവനെ നോക്കി. വേണ്ട. എന്തിന്? ആളുകൾ കാണും. അർജുൻ ചിരിച്ചു. ആളുകൾ കാണട്ടെ. ദേവികയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അർജുൻ, എന്താ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്കൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ദേവിക ഒന്നും പറഞ്ഞില്ല. അവൾ തല താഴ്ത്തി. അർജുൻ പതുക്കെ ചോദിച്ചു. ഇഷ്ടമല്ലെങ്കിൽ പറയണം. അവൾ പതുക്കെ തല ഉയർത്തി. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. വളരെ പതുക്കെ പറഞ്ഞു, ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ അർജുൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഒരു സന്തോഷം തെളിഞ്ഞു. ആ മഴയിൽ ഒരു പ്രണയം ജനിക്കുകയായിരുന്നു, അറിയാതെ, ശബ്ദമില്ലാതെ. പക്ഷേ അവരുടെ പ്രണയം തുടങ്ങുമ്പോൾ തന്നെ മംഗലത്ത് തറവാട്ടിൽ ഒരു വിവാഹാലോചന നടക്കുന്നുണ്ടായിരുന്നു. അർജുന്റെ അമ്മ സാവിത്രി ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കയ്യിൽ പിടിച്ചിരുന്നു. അവൾ ഫോട്ടോ അർജുന്റെ മുന്നിൽ വെച്ചു. ഇതാണ് പെൺകുട്ടി. അർജുൻ ഫോട്ടോയിലേക്ക് നോക്കി. അവന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. കാരണം അവൻ കണ്ടത് ദേവികയുടെ മുഖമായിരുന്നില്ല. അവൻ അമ്മയെ നോക്കി. എനിക്ക് ഈ കല്യാണം വേണ്ട. സാവിത്രി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ പറഞ്ഞെടുത്ത വാക്ക് അർജുനെ ഞെട്ടിച്ചു. ഇത് നിന്റെ മാത്രം തീരുമാനമല്ല അർജുൻ. ഈ വിവാഹം നടന്നേ പറ്റൂ. എന്തുകൊണ്ട്? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഈ വിവാഹം നടക്കാത്ത പക്ഷം നമ്മുടെ കുടുംബം തകരും. അർജുൻ ഒന്നും മനസ്സിലാകാതെ അമ്മയെ നോക്കി നിന്നു. അവൻ അറിഞ്ഞിരുന്നില്ല തന്റെ പ്രണയത്തിനും തന്റെ വിവാഹത്തിനും ഒരു പഴയ കുടുംബ വാഗ്ദാനത്തിന്റെ ബന്ധനമുണ്ടെന്നും. തുടരും.